അയ്യേ, ഇതെന്ത് കൂടിയത്? അഴുക്ക് വെള്ളല്ലേ ഇത്? സ്പിരിറ്റിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും ചേർത്ത് കുപ്പിയിലാക്കുന്ന ഈ സാധനം അമൃതമൊന്നുമല്ല. അതിൻ്റെ കൂടെ ഐസ് ക്രിസ്റ്റൽ ക്യൂബ്സും സോഡയും ചേർത്താലും ഈ കുളത്തിലെ മെഴുക്കും പാടെയുള്ള വെള്ളം ചേർത്താലും കണക്കാ. ഇതൊരു ചതിയല്ലേടി മോളെ അനുധാരെ. കുറച്ചു നേരത്തേക്കൊരു അബ്നോർമൽ ഫ്ലൈറ്റിൽ കയറിയ ഒരു യാത്ര, ഒരു സഞ്ചാരം, പിന്നെ വീണ്ടും റിയാലിറ്റിയിലേക്ക്. ചുമ്മാ അങ്ങനെ 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 ഒരു ഏർപ്പാട്. നീ കാര്യം പറ മോനെ ദിനേശ. എന്തിനാ എന്നെ തിരക്കി ഇപ്പൊ ഇങ്ങോട്ട് വന്ന? ഐ ആം ഇൻ ട്രബിൾ, ഡീപ് ട്രബിൾ. മനസ്സിലുള്ളത് തുറന്നു പറയാൻ വൈകിപ്പോയതിന്റെ പേരിൽ ഒരു ജീവിതം നഷ്ടപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ട് തുറന്നു ചോദിക്കാൻ വന്നാണ് ഞാൻ. ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു സേവ് മീ? എൻ്റെ വീട്ടിൽ നിന്നും വീട്ടുകാരെന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് നടത്താൻ പോകുന്ന കല്യാണത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. ഇതുവരെ ഓരോ കുസൃതികളെ ഒപ്പിച്ച് ഞാൻ പിടികൊടുക്കാതിരിക്കായിരുന്നു. ഇനി അത് നടക്കും തോന്നില്ല. അവരെല്ലാം സ്ട്രോങ് ആണ്, വളരെ ആഡമന്റ് ആണ്. വല്ല ചാൻസും ഉണ്ടോ മാഷേ? ഞാൻ അറിയാത്ത കഥാപാത്രങ്ങൾ ആരെങ്കിലും ആദ്യമേ സീറ്റ് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ? ഒരു ചോക്ലേറ്റ് റൊമാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാഷ് ആ ടൈപ്പല്ലെന്ന് എനിക്കറിയാം. കെട്ടിക്കോളെന്ന് പറഞ്ഞാൽ മതി. അതിങ്ങോട്ട് കേട്ടാ പിന്നെ ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്നോളൂ. നീ എന്നെ ഫിറ്റാക്കി കാര്യം നേടാൻ നോക്കണ്ട. അതൊരു ലാർജ് അല്ലേ ഉള്ളൂ. ചേട്ടന്റെ ബോഡിയുടെ ഒരു ഭൂമിശാസ്ത്രമൊക്കെ വെച്ച് ഇത്രയും വേണ്ടേ? നീ ഇത് എത്രാമത്തെ തവണയാടി എന്നെ കാണുന്നത്? ദീർഘകാലത്തെ പഴക്കമൊന്നുമില്ല. എന്തിനാശാനെ നിങ്ങളെയും ഗുരുവായൂരപ്പനും ഒക്കെ ഒറ്റ തവണ കണ്ടാ പോരെ? ഹൃദയത്തിനുള്ളിൽ അങ്ങ് കാറും ഇത് കേറുകയല്ലേ ഈ തിരുമുഖം. മോളെ എന്തോ നീ എന്ത് കണ്ടിട്ടൊരുമ്പട്ടിറങ്ങി പുറപ്പെട്ടതാടി? അന്ന് വീട്ടിൽ വെച്ച് മൂപ്പിൽ നേരുടെ മുഖത്ത് നോക്കി ഒരമരം കാച്ചില്ലേ, അന്ന് ഞാൻ വീണതാ. പിന്നെ പോയി തപ്പി ഏട്ടൻ്റെ കോളേജ് മാഗസിൻസ്. അതിലങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. കോളേജ് യൂണിയൻ ചെയർമാൻ, ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് ആക്ടർ, കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. അക്കാഡമിക് ലൈനിലാണെങ്കിൽ എഴുതിയ പരീക്ഷകളിൽ മുഴുവൻ ഫസ്റ്റ് റാങ്ക്. ജയിലിലും കിടന്നിട്ടുണ്ട്. അത് മഹാത്മാഗാന്ധിയും കിടന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി ആരെയും ബിയർ ബോട്ടിൽ പൊട്ടി ചകത്ത് കയറ്റി തകത്തായതല്ല. ആ കഥയും കേട്ടു, അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു. അങ്ങനെ സംഭവിച്ചത് നല്ലതിനാവും. ഇല്ലെങ്കിൽ ഈ കൊളക്കടവിൽ ഇങ്ങനെ എനിക്ക് കിട്ടുമായിരുന്നോ? വല്ല സ്റ്റേറ്റ് കാറിലും പറക്കുന്നുണ്ടാവും, ഒരു മോസ്റ്റ് പ്രോമിസിംഗ് ഡെഡ്ലി ടാലന്റഡ് ബ്യൂറോക്രാറ്റിന്റെ വേഷത്തിൽ. ഏയ് കുഞ്ചുണ്ണൂലി, നീ കൊള്ളാലോടി. കയ്യിൽ നിന്ന് വഴുതി വീണ് പൊട്ടിപ്പോയ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഓർത്ത് വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ഈസി ആയിട്ട് ആരും എന്നെ ആശ്വസിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ പാമ്പർ ചെയ്തിട്ടില്ല. നിനക്കൊരു ചാൻസ് നോക്കാവുന്നതാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, സത്യാണോ? ധൈര്യം ഉണ്ടോടി നിനക്ക് ഈ അവതാരത്തിനെ ആവാഹിക്കാൻ? ഞാൻ കട്ടയ്ക്ക് കൂടെ പിടിച്ചോളാവേ. എങ്കി വാ. Now you are in deep trouble. നോക്കൂനോ, ഇപ്പൊ അച്ഛന്റെ അമ്മാവന്റെ മുമ്പിൽ ചെന്ന് ഇന്ദുചൂടന്റെ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. പാലക്കാട്ട് നിന്ന് ആലോചന നിനക്ക് ഇഷ്ടായില്ലെന്ന് മാത്രം പറഞ്ഞാ മതി. ഒന്ന് ചുമ്മാ ഇരിയമ്മേ. എന്താ പറഞ്ഞ കൊല്ലോ? എന്നാ നിങ്ങൾ കൊല്ലട്ടെ, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. മര്യാദക്ക് കെട്ടിച്ചു തന്നാ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ ചാടിപ്പോവും. കുട്ടി അനർത്ഥം വിളിച്ചു വരുത്തല്ലേ.
ആ ആലോചന ഞാൻ കേട്ടോ ഉറപ്പിക്കാവുന്ന തീരുമാനിച്ചിരിക്കണേ. കുട്ടി കേൾക്കണുണ്ടോ? വേണ്ട. എന്താ എന്താടേ പറഞ്ഞത് അങ്ങ് അനുസരിച്ചാ മതി. കുറെ ആയി നിന്റെ ഇഷ്ടം നോക്കിയിരിക്കും ഇവിടെ എല്ലാവരും. ഇനി അത് വേണ്ട. വേണം. ഇത് എന്റെ മാരേജിന്റെ കാര്യമല്ലേ? അപ്പൊ എന്റെ അഭിപ്രായം കൂടി നോക്കണം. എനിക്കൊരാളെ ഇഷ്ടം. ഞാൻ എന്താണോ രാമകൃഷ്ണ പറഞ്ഞത്? ഏതോ അടിയോ അസത്തെ ആരടിയവൻ? ആ ഇത് തന്നെയാ ആള്. ഇനിയൊക്കെ നേരിട്ട് ചോദിച്ചോളൂ. എടി, കൊല്ലുന്നില്ല ഞാൻ. മര്യാദയ്ക്ക്. എന്താ ഇത്? അതന്വേഷിക്കാൻ തന്നെ ആരപ്പം കൊണ്ട് വിളിച്ചത്? ഇറങ്ങി പോടോ. താൻ മിണ്ടരുത്. താൻ മിണ്ടണമെങ്കിൽ ഞാൻ പറയാം. ഇതാ നോക്ക് ഇന്ദുചൂടാ, പഴയ കണക്ക് വല്ലതും തീർക്കാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ നേർക്ക് നിന്നിട്ട് വേണം. അല്ലാതെ വീട്ടിലെ പെൺകുട്ടികളെ വലവീശി പിടിച്ചിട്ടല്ല. വല വീശി പിടിക്കാൻ നിന്റെ പെങ്ങൾ ആര്? ജലകന്യകയോ? മോനെ ദിനേശ, ഈ വീട്ടിൽ ജനിച്ചു പോയി എന്നൊരു കുറവേ ഈ കുട്ടിക്കുള്ളൂ. അത് ഞാനങ്ങ് സഹിക്കും. എന്നിട്ട് ചിലപ്പോ ഞാൻ ഇവിടെ ആയിരിക്കും കെട്ടാൻ പോകുന്നത്. അതിപ്പോ ഞാനും ലെവലും കൂടെ അങ്ങ് വിചാരിച്ചാ പിന്നെ മനുഷ്യരെ അധികാരി വിചാരിച്ചാലും അതങ്ങ് നടക്കും. അത് സംഭവിച്ചിരിക്കും. ഒന്ന് കുഴിച്ചു മുടിഞ്ഞ ഇയാൾ ആര്? ഈദി അമീനോ? വെറുതെ വയസ്സുകാലത്ത് എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുതേ ഭാവി അമ്മായിയപ്പ. ഇനി ഇവിടെ ആരെങ്കിലും തൊട്ടെന്നറിഞ്ഞാൽ ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ദിനേശ. അപ്പൊ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അമ്മ ക്ഷമിക്കണം. ഇങ്ങനെയൊന്നുമല്ല ഒരു വീട്ടിൽ കയറി വന്ന് പെരുമാറേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ ചെയ്യാ, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ഇവര്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വാക്കസ്തേ. കൊല്ലും ഞാൻ ആ പന്നനെ. അറപ്പ് തീർന്നവനാ ഞാൻ. ഇതുവരെ പലതും ഞാൻ സഹിച്ചു. ഇതിപ്പോ എന്റെ പെങ്ങളെ അവൻ കണ്ടുവച്ചിരിക്കുന്നത്. പണ്ടേ ഞാൻ ഓങ്ങിയതാ. അന്നൊക്കെ രാമകൃഷ്ണൻ തന്നെയാ തടുത്തു നിർത്തിയത്. ഇനി ഒന്നും നോക്കാനില്ല. നിങ്ങൾ അമ്മാവനും മരുമോനും കൂടി കുറെ ഞൊട്ടും. അവൻ നിങ്ങളുടെ പിച്ചാത്തിപ്പടി വന്ന് കയറിയാലും നിങ്ങളുടെ കൈ വിറയ്ക്കും. ഇന്ദുചൂടൻ എന്ന അവന്റെ പേര് എന്ന് പറഞ്ഞാ ഇതിനൊരു അവസാനം ഉണ്ടാകേണ്ട പൗത്ര. അവന്റെ സോപ്പ് പോയിന്റ്, അവന്റെ മർമ്മം അത് കണ്ടുപിടിക്കുക. അവിടെ വേണം കുത്താൻ. അത് കത്തികൊണ്ടല്ല, പിന്നെ അതിങ്ങനെ വെള്ളപ്പുറത്ത് വീരസ്യം പറയുന്ന സഭയിൽ നിരത്താനുള്ളതല്ല. കണ്ടോ, ഇനി മണപ്പള്ളി പവിത്രൻ കളി മാറ്റി കളിക്കുക. ആരാ അത്? പവിത്ര, രാമൻ നായർ. മനസ്സിലായോ? ജസ്റ്റിസ് മേനോന്റെ പഴയ ക്ലർക്കം കാര്യസ്ഥൻ. ഇയാളെന്തോടോ ഇവിടെ? പവിത്രൻ മുതലാളിയെ ഒന്ന് കാണാൻ. എന്നെ ഒന്ന് സഹായിക്കണം. കുറച്ച് രൂപ തരണം. എൻ്റെ മോളുടെ കല്യാണാവശ്യത്തിനാ. 10-35 കൊല്ലം അയാളുടെ നിഴൽ പോലെ കൂടെ നടന്നു. ഇപ്പോൾ ഒരു അത്യാവശ്യം വന്ന് സഹായം ചോദിച്ചപ്പോൾ 2000 ഉലുവ എടുത്തു തന്നിരിക്കുന്നു. എന്ത് കാട്ടാനാ അതുകൊണ്ട്? മനുഷ്യത്വമില്ലാത്തവൻ. പവിത്രൻ മുതലാളി എന്നെ കൈവിടരുത്. ഇല്ല, കൈവിടില്ല. തനിക്ക് വേണ്ടത് ഞാൻ തരാം. പകരം തൻ്റെ ഒരു സഹായം എനിക്കും വേണം. ഒരു ചെറിയ സഹായം. എന്താണോ നായരെ? എൻ്റെ ചങ്ക് പറിച്ച് ഞാൻ തരും. മിടുക്കൻ. ദിവാകര, ഇയാൾ ഓഫീസിലേക്ക് ഇരുത്ത്. ശരി, ഞാൻ വരാം. ഈ കിഴവനെ കൊണ്ട് എന്ത് പ്രയോജനം? എടാ, ഇങ്ങോട്ടുള്ള നിന്റെ സ്ഥലം മാറ്റം തക്ക സമയത്തായിരുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. ഓ അങ്ങനെ